ബിഗ് ബോസ് സീസൺ 7 വിന്നർ, യഥാർത്ഥ വിന്നർ അനുമോൾ അത് ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം അത് നമ്മൾ ഫിനാലെ വരെ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഈ 2 ദിവസത്തെ കാര്യങ്ങളും നോക്കിയാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം സീസണിലെ വിന്നർ തന്നെ, ഈ സീസണിലെ വിന്നർ അനുമോൾ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ നമ്മൾ സാധാരണ എല്ലാത്തിലും കാണുന്ന സമയത്ത് പിന്നെ ദിൽഷ വിജയിച്ചപ്പോഴും പിന്നെ നമ്മുടെ എന്താണ് അഖിൽമാരാർ വിജയിച്ചപ്പോഴും അത് കഴിഞ്ഞ് ജിൻഡോ വിജയിച്ചപ്പോഴും ദിൽഷ വിജയിക്കുമ്പോഴും നമുക്ക് ഉറപ്പായിരുന്നു ദിൽഷ വിജയിക്കുമെന്ന് പറയാൻ. കാരണം റോബിൻ്റെ വോട്ടും കൂടി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അത് ദിൽഷ കളിച്ച കളിയിൽ റോബിൻ്റെ വോട്ട് എന്തായാലും മറിയുന്നുള്ള ഉറപ്പായിരുന്നു. അത് വിജയിച്ചു. അത് കഴിഞ്ഞിട്ട് അഖിൽമാരാറിൻ്റെ സീസണിൽ എതിരാളികൾ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അഖിൽമാരാർ എതിരാളികളുണ്ട്, പക്ഷേ അഖിൽമാരാറിന് എതിരാളികളായിട്ട് തോന്നിയിട്ടില്ല ഇവർ. അത് കഴിഞ്ഞ് ജിൻഡോ ആണെങ്കിലും ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ നമുക്ക് അത്ര എതിർപ്പില്ല, പിന്നെ കാര്യമില്ല എന്നാണ്. പക്ഷേ ജിൻഡോ കപ്പ് കൊണ്ടുപോയി. അപ്പോഴും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ വർഷം അനീഷ് അനുമോൾ എന്നുള്ള രീതിക്കാണ് കപ്പ് ഈ ഫിനാലെ വരെയും ഈ വീക്ക് വരെയും പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു വീക്ക് മുൻപ് അനീഷ് കുറച്ച് ഡൗൺ ആയെങ്കിലും എന്നാലും അനീഷ് അനുമോൾ എന്നുള്ള രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബിഗ് ബോസ് പറയുന്നത് ബിഗ് ബോസ് അക്ബറിനൊരു കപ്പ് എന്നുള്ള രീതിയിൽ സ്കീമുണ്ട്, അങ്ങനെ കളിക്കുന്നു എന്ന് പിന്നെ പരാതിയുമുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു പരാതിയുണ്ട് അക്ബറിന്. കാരണം ലാലേട്ടൻ വന്നാലും വഴക്ക് പറയുന്നതിലും എല്ലാത്തിലും ഒരു ലിമിറ്റ് വെച്ചതുകൊണ്ട് നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മെയിനായിട്ട് ഈ വീക്ക് നടന്ന സംഭവത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അനുമോളായിരിക്കുമെന്ന് പറയാൻ തോന്നാൻ കാരണം ഇപ്പോൾ റീ എൻട്രി ചെയ്ത ഈ മരപ്പാഴുകളുടെ വിചാരം അവരെന്തോ ഒരു വലിയൊരു സംഭവമാണ്, അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി എന്തും പറയുകയാണ്. ഇപ്പോൾ ഈ മരപ്പാഴുകൾ എന്തിനു പുറത്തായി, എന്താ പുറത്താവാൻ കാരണം എന്ന് പോലും ചിന്തിക്കുന്നില്ല. ഇവരുടെ വിചാരം ഇവർ പറയുന്നതെല്ലാം കറക്റ്റ്, ഇവർ എന്തോ ഒരു വലിയ സംഭവത്തിലാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നതെല്ലാം ജനങ്ങൾ കേൾക്കുന്നുണ്ട്. പിന്നെ അനുമോൾ PR കൊടുത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നിൽക്കുന്നതെന്ന് ശൈത്യയും ബിൻസിയൊക്കെ ഇന്നലെ അടിച്ചിട്ട് പറയുന്നുണ്ടോ, അതിന് കൂട്ടുനിന്ന് ആദില നൂറൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ടോ. പിന്നെ ഇന്നലത്തെ ഇഷ്യൂ റീ എൻട്രി വന്നപ്പോൾ ശൈത്യയുടെ ഇഷ്യൂ, അത് കഴിഞ്ഞ് നമ്മുടെ വിനുവിൻ്റെ അനുമോളുടെ PR വിനു വന്ന് സംസാരിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യക്തമാണ് എല്ലാവരും PR കൊടുത്തിട്ടുണ്ട്, ഒരാളും PR കൊടുക്കാത്ത സംഭവങ്ങളില്ല. ഈ പറയുന്ന ശൈത്യയെ പോലും 1.5 ലക്ഷം രൂപ ആദ്യം കൊടുത്തു, വേറൊരാൾക്ക് PR ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ വിനുവിൻ്റെ PR ഏൽപ്പിച്ചിട്ടുണ്ട്. വിനു അതിനെ 36 ദിവസം 38 ദിവസം മറ്റും നിർത്തി, അതിൻ്റെ പേരിൽ 36 ദിവസം അങ്ങനെ വോട്ട് നേടിക്കൊടുത്തിട്ട് വേറെ ആൾക്ക് കുറച്ച് പേര് വേറെ 70,000 രൂപ അങ്ങനെ കൊടുത്തു, 30,000 രൂപ ഒരു സ്റ്റാഫിന് വെച്ചു. അപ്പോൾ തുച്ഛമായ തുകയാണ് ശൈത്യയുടെ നിന്ന് മേടിച്ചിട്ടുള്ളൂ, അല്ലാതെ ഞാനത് എടുത്തിട്ടില്ല, അത് അവളുടെ അച്ഛനറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വിനു രംഗത്ത് വന്നു. പിന്നെ ഇപ്പോൾ പോയ റീ എൻട്രിക്കാർ കാണിക്കുന്നത് അനുമോളെ ഒറ്റപ്പെടുത്തുക പറഞ്ഞാൽ അനുമോള് പക്ഷേ ഉരുക്ക് പോലെ നിൽക്കുന്നുണ്ട്. ഇന്നലത്തെ പ്രൊമോ കണ്ടപ്പോൾ വിചാരിച്ചു അനുമോൾ ആകെ പാളീസായി ഒന്നും ഇല്ലാതാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അനുമോൾക്ക് ഒരു കുഴപ്പമില്ല. അനുമോൾ അവിടെ ഉരുക്ക് വനിതനെ പോലെ മിണ്ടാതിരിക്കുന്നുണ്ട്. കാരണം ഇവർ ബിൻസി ഇന്നലെ ഭയങ്കരമായിട്ട് അടിച്ച് പൊളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇന്നലത്തെ ആ ഇഷ്യൂവിനെ പുറത്തെടുത്തിട്ടേണ്ട ആവശ്യമേ ഇല്ല. അതായത് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് അപ്പാനിയോട് അനുമോളത് പറഞ്ഞു. അനുമോൾ എന്തിനാണ് പറഞ്ഞത്? അനുമോള് പറഞ്ഞത് അപ്പാനിക്കൊരു കുടുംബമുണ്ട്. അപ്പോൾ ഈ ഷോയിൽ വന്നിട്ട് ബിൻസി അപ്പാനിയെ ഇങ്ങനെ കൈപ്പിടിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന രീതി ക്ലെവേജ് കാണിച്ചിട്ട് അങ്ങനെ വേറെ രീതിയിലൊക്കെ ഇരിക്കുന്നതൊക്കെ അങ്ങനെ ഇരിക്കാൻ പാടില്ല, പ്രേക്ഷകർ കണ്ടാൽ എന്ത് തെറ്റിദ്ധരിക്കും എന്ന് അനുമോൾ പറഞ്ഞു എന്ന് അനുമോൾ ഇന്നലെ പറഞ്ഞു. അത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സീസണിൽ എല്ലാ സീസണിലും ഉണ്ടാവും, പക്ഷേ ഈ സീസണിൽ പ്രത്യേകിച്ച് കാഴ്ചക്കാരായിട്ടുള്ളത് കൂടുതലും സീരിയൽ പ്രേക്ഷകരാണ്. അത് പറയാൻ കാരണം ഷാനവാസ്, ബിന്നി, അനുമോള്, അക്ബർ, പിന്നെ ആരാണ്, അങ്ങനെ ഒരുപാട് പേര് സീരിയലിൽ ഉള്ള ആളുകളായതുകൊണ്ട് ഒരുപാട് പേര് സീരിയൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയും കൂടിയാണ്. അതുകൊണ്ടും കൂടിയാണ് അനുമോളത് പറഞ്ഞത്. അപ്പോൾ അത് അന്നത്തോടെ സംസാരിച്ചു, അത് തീർന്ന കാര്യത്തിന് ജനങ്ങളുടെ കുറച്ച് പേരിൻ്റെ കുറച്ച് ദിവസമുള്ള കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു, അത് ജനങ്ങളെല്ലാം മറന്നിരിക്കുമ്പോൾ ഇന്നലെ വീണ്ടും അതിനെ എടുത്ത് കുത്തി പൊന്തിച്ചിട്ട് ഇവിടെ വന്ന് ഇഷ്യൂ ഉണ്ടാക്കുക ഒരു ആവശ്യവുമില്ല.
അത് അനുമോൾക്ക് നെഗറ്റീവ് വരും എന്ന് വിചാരിച്ചിട്ടാണ് അക്ബറും കൈയടിക്കുന്നത്, ആദില നൂറയും സപ്പോർട്ട് ചെയ്യുന്നത്, ഷാനവാസുവിനെ മാറി നിൽക്കുന്നുണ്ട്. അനീഷ് കള്ളനാണ്, കള്ളൻ. കാരണം അനീഷിന് വന്ന് അനീഷിൻ്റെ പേരും കൂടി പറഞ്ഞ് വലിച്ചിട്ടിട്ടാണ് ഈ കാര്യം പറയുന്നത്. ആ മനുഷ്യനെ നീ കൈയും കാലും കാണിച്ചിട്ട് ഇതാക്കിയിട്ട് ആ മനുഷ്യനെയും ചെയ്തില്ലേ, ആ മനുഷ്യൻ അതുകൊണ്ടല്ലേ വന്ന് പറഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോൾ അനീഷിന് വന്നിട്ട് ഒരു കാര്യം പറയാമായിരുന്നു, എൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ട് ഇവിടെ പ്രശ്നം പാടില്ല, അനുമോൾ അതിൽ കുറ്റം പറയരുത് എന്ന് പറയാലോ. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും വന്ന് അവിടെ വന്ന് തർക്കിക്കുന്ന ആളാണ്. അപ്പോൾ അനീഷിന് അത് പറയാം, അനീഷ് അത് പറഞ്ഞില്ല. അപ്പോൾ ഇവർക്കൊക്കെ വിചാരം എങ്ങനെയെങ്കിലും അനുമോൾ നെഗറ്റീവ് ആകും ഇതുകൊണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം അനുമോൾക്ക് പോസിറ്റീവാണ്. കാരണം ഒരാളെ നമ്മളുടെ പ്രേക്ഷകർ മലയാളി പ്രേക്ഷകരാണ്. അപ്പോൾ അവർ ഒരാളെ ഒറ്റപ്പെടുത്തുന്നത് കണ്ടാൽ അതൊരിക്കലും അവരെ ഒറ്റപ്പെടുത്തില്ല, അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ അനുമോൾക്ക് അസാധ്യ ഫാൻസ് ഉണ്ട്. അനുമോൾക്ക് അനുക്കുട്ടി വിളിച്ചിട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട്. പിന്നെ അനുമോൾക്ക് PR-ൻ്റെ സെപ്പറേറ്റ് ഒരാൾ വേണ്ട. പിന്നെ അനുമോൾക്ക് PR ഉണ്ട് എന്ന് PR-ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, അനുമോളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനുമോൾക്ക് മാത്രമല്ല PR, എല്ലാവർക്കും PR ഉണ്ട്. PR പറഞ്ഞ എന്താ, ഈ പബ്ലിക്കിൽ കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്ന ഒരാൾ തന്നെയല്ലേ നമ്മളവിടെ കോണ്ടൻറ്റ് കൊടുത്താൽ അതിനെ അങ്ങനെ വിട്ട് വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് മൊബൈലാണ്, വർക്ക് സൈറ്റിൽ നിന്നും പണി സൈറ്റിൽ നിന്നും വേറെ എവിടെ പോകുമ്പോഴും വണ്ടിയിൽ പോകുമ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾക്ക് ആ സംഭവം അവരുടെ ഇതിലിട്ടിട്ട് പേജിലിട്ടിട്ട് ഒരുപാട് വിറ്റ് സംഭവങ്ങളിട്ടിട്ട് അവർ ചെയ്ത നല്ല കാര്യങ്ങളാണെങ്കിലും അതിനെ പബ്ലിക്കിനടുത്ത് എത്തിക്കണം. അതന്നെയല്ലേ PR. അല്ലാണ്ട് പൈസ കൊടുത്തിട്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതല്ലല്ലോ. ഇവർ PR എന്ന് പറയുമ്പോൾ ഈ മണ്ടത്തികളും മണ്ടന്മാരും ഇപ്പോൾ വന്നിട്ട് PR കൊടുത്തു വേണ്ടേ നീ ഇരിക്കുന്നു പറയുമ്പോൾ ഞങ്ങളെ പോലെയുള്ള വോട്ട് ചെയ്തവരിനെ നിങ്ങൾ ഭയങ്കരമായിട്ട് ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഞങ്ങൾക്കൊക്കെ PR പൈസ തന്നിട്ടാണോ അനുമോൾക്ക് വോട്ട് ചെയ്തത്? അല്ല, ഞാൻ അനുമോൾക്കോ അനീഷിനും മാത്രം വോട്ട് ചെയ്തിട്ടുള്ളൂ ഈ വർഷം. 1-2 പ്രാവശ്യം നൂറയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, വേറെ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പിന്നെ അനീഷ് ഇല്ലാത്ത സമയത്ത് ഷാനവാസിനും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷാനവാസിന് ചെയ്തത് തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഷാനവാസിന് ഒരു നിലപാടില്ല. അവൻ പൊട്ടപ്പോങ്ങി, അവൻ അങ്ങനെ അതിലാ നൂറ പറയുന്നത് കേൾക്കും, അവർ കുറ്റം പറയും, അതിന് മനസ്സിൽ വയ്ക്കും, പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അനീഷിനോട് പറയും, അനീഷ് തിരിഞ്ഞ് അനീഷിനെ കുത്തും. പക്ഷേ അനീഷ് ഇതുവരെ ഷാനവാസിനെ കുത്തി പറഞ്ഞിട്ടില്ല. പക്ഷേ ഷാനവാസ് ഒരുപാട് പ്രാവശ്യം അപ്പുറത്ത് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് തമ്മിൽ പറയാം, പക്ഷേ അപ്പുറത്ത് പോയിട്ട് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ അത് ഷാനവാസിൻ്റെ ചീള് പോട്ടെ. അത് പോങ്ങാൻ അവൻ രുദ്രനായിട്ട് പോയിട്ട് പോകാനായിട്ട് തിരിച്ചു വന്നു. രുദ്രൻ പറഞ്ഞ മനസ്സിലായി, കുങ്കുമ പോലെ രുദ്രനായിട്ടാണ് അവൻ പോയത്. ഇപ്പോൾ ഒരു മണ്ടനായിട്ട്. പിന്നെ ഷോ തന്നെയാണ് കേട്ടോ, ഷോനവാസ്. ആദ്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഷോനവാസ് എന്ന്. അത് ഷോ തന്നെയാണ് ഇവൻ്റെ ഷോ. ആ ഷോ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നമുക്ക് വ്യക്തമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ ഇത് അനുമോൾ തന്നെ കപ്പെടുക്കുമെന്ന് പറയണത് ഇതൊക്കെ തന്നെയാണ്. ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം അനുമോൾ കപ്പടിക്കുമെന്ന് പറയാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. പിന്നെ അതിൽ വേറൊരു കാര്യം, ഈ ബിഗ് ബോസ് തന്നെ അനുമോൾക്ക് കപ്പടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഇത്രയും കോണ്ടൻറ്റിനെ പുറത്ത് വരുത്തേണ്ട ആവശ്യമില്ല. മലയാളി പ്രേക്ഷകരനെ നമുക്കൊക്കെ അറിയാവുന്നതിൽ കൂടുതൽ ബിഗ് ബോസ് ഷോ ഡയറക്ടർക്ക് അറിയാതിരിക്കില്ലല്ലോ. അപ്പോൾ ഒരാളിനെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഒറ്റപ്പെടലിൽ നടക്കുന്ന സമയത്ത് അവരിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡയറക്ടർക്ക് അറിയാലോ അങ്ങനെ ചെയ്താൽ അനുമോൾക്ക് തന്നെ ഗുണം കിട്ടുകയുള്ളൂ എന്ന്. കാരണം നമ്മൾ ഓരോ കമൻസ് വായിക്കണം. ഈ ഫേക്ക് ID എന്നല്ലാത്ത, ഫേക്ക് ID പറഞ്ഞാൽ ഒരു ഫോട്ടോ പോലും ഉണ്ടാവില്ല, ആ ഫേക്ക് ID എന്നല്ലാത്ത കമൻസുകൾ, ഒറിജിനൽ ID എന്ന് വരുന്ന കമൻസുകൾ കാണണം. നമ്മൾ അനുക്കുട്ടിയുടെ കൂടെ വന്നിട്ട് ഓരോ പാരഗ്രാഫ് ഓരോ വീഡിയോൻ്റെ താഴെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ എൻ്റെയിൽ വന്നൊന്നുമല്ല, പല വീഡിയോകളും നമ്മൾ കാണുന്ന സമയത്ത് ബിഗ് ബോസ് ജിയോ ഹോട്ട്സ്റ്റാർ ഈ ഇഷ്യൂ നടക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ പേജിൽ പോലും അനുമോൾക്ക് സപ്പോർട്ടാണ് വരുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശൈത്യനെ വിഷമാണ്, ബിൻസി വിഷമാണ്, എല്ലാവരും പറയുന്നുണ്ട്. ഒരാളിനെ എന്നല്ല, എല്ലാവരെയും പറയുന്നുണ്ട്. നമ്മളതിൽ തന്നെ നമുക്കിതിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇവർ PR ആണെന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാബുമാൻ എന്തുകൊണ്ട് പുറത്തായില്ല ഈ ലാസ്റ്റ് വരെ നിൽക്കാൻ കാരണം? സാബുമാൻ PR കൊടുത്തിട്ടാണോ? അല്ല. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇടം കിട്ടാൻ PR കൊടുത്തിട്ട് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ അവിടെ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ നമ്മുടെ ലക്ഷ്മി അവിടെ കുറച്ച് കാലം നിന്നിട്ടുണ്ടായിരുന്നല്ലോ. ലക്ഷ്മിനെ വന്നിട്ട് ഭയങ്കര നെഗറ്റീവായിട്ട് എല്ലാവരും കുറ്റം പറഞ്ഞു. ലക്ഷ്മിനെ കുറച്ച് കാലം നിന്നത് എന്തുകൊണ്ടാണ് ലക്ഷ്മി നിന്നത്?
LGBTQ എതിർക്കുന്നു എന്ന് ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് ആ ലെസ്ബിയൻസിനെ ഇഷ്ടമല്ലാത്ത കുറേ ആളുകളുണ്ട്. ഈ സമൂഹത്തിന് അവർ ദോഷമാണ് എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ആ ചിന്തിക്കുന്ന ആളുകളുടെ വോട്ട് കംപ്ലീറ്റ് ലക്ഷ്മിക്ക് കിട്ടി. അങ്ങനെയാണ് ലക്ഷ്മി അവിടെ നിന്നത്. അപ്പം അങ്ങനെ ഒരു ഗെയിം, എന്തെങ്കിലും ഒരു ഗെയിം ഒന്നും കളിക്കാതെ അവിടെ കിടന്ന് അടി മാത്രം ഉണ്ടാക്കിയാൽ എങ്ങനെ ഇവർ അവിടെ പിടിച്ചു നിൽക്കും? ആ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം ഇപ്പം ഈ റീ എൻട്രിയിൽ വന്നിട്ട് കാണിക്കുന്നത് അനുമോൾക്ക് തന്നെയാണ് ഗുണം ചെയ്യുന്നത്. പറഞ്ഞാൽ വളരെ കറക്റ്റാണ്, അനുമോൾക്ക് തന്നെയാണ് ഗുണം ചെയ്യുന്നത്. അതിപ്പോഴും ഈ മണ്ടന്മാർ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് സത്യം. അവർക്ക് ഈ മണ്ടന്മാർ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ആദില നൂറ തനി വിഷങ്ങൾ പറഞ്ഞാൽ വലിയ വിഷമാണ്. അവരെ കൂട്ടുപിടിക്കുന്ന അനുമോൾക്ക് നല്ലതിനല്ല. എന്തായാലും പുറത്തിറങ്ങിയാലും അവരെ കൂട്ടുപിടിക്കാൻ നല്ലതിനല്ല, അത് ഉറപ്പാണ്. കാരണം അപ്പം തിരിഞ്ഞ് പിന്നിൽ നിന്ന് കൊത്തുന്ന സൈസാണ് മെയിനായിട്ട് ആദില. അതെങ്കിലും മനസ്സിലാക്കിയാൽ അനുമോൾക്ക് നല്ലത്. പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ ഇവരുടെ പരിപാടിയും ഷോയും ഒന്നും കാണുന്നില്ല. ഇവരെന്തോ ചെയ്തിട്ട് പോട്ടെ. നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നതുകൊണ്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞാൽ അവരെന്ത് വേണം ചെയ്തോട്ടെ. പിന്നെ ഇവർ PR കൊടുത്തു എന്ന് ശൈത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ കൊടുത്ത PR തന്നെയാണ് എനിക്കും കൊടുത്തു, എൻ്റെയും അച്ഛൻ്റെയും പൈസ മേടിച്ചത്, എന്നിട്ട് എന്നെ കട്ടപ്പ എന്ന് പറഞ്ഞിട്ട് പുറത്താക്കി വന്നു. അവനെ ഇപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. രണ്ടുപേരും ഒരാൾക്ക് PR കൊടുത്തു എന്ന് തന്നെ വിചാരിക്കും. ശൈത്യൻ്റെ രീതിയിൽ തന്നെ പൊക്കോട്ടെ. അതിൻ്റെ എന്താ സത്യാവസ്ഥ എന്ന് വിനു കറക്റ്റായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1.5 ലക്ഷം മേടിച്ചു. ആദ്യം അനുമോൾ പറയുന്നതിന് മുൻപ് അനുമോൾ ആദ്യം പറഞ്ഞു. ആ സമയത്ത് ശൈത്യ അകത്ത് പോകുന്നതിന് മുൻപ് വിനുവിനെ കണ്ടിട്ട് ചോദിച്ചപ്പോൾ വിനു പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ശൈത്യ അകത്ത് നിൽക്കുന്ന സമയത്ത് നോമിനേഷനിൽ വന്ന സമയത്താണ് ശൈത്യയുടെ അച്ഛൻ പോയിട്ട് വിനുവിനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് വിനു അവസാനം 3 ലക്ഷമാണ് മേടിക്കുന്നത്. ശരി, നിങ്ങളായതുകൊണ്ട് 1.5 ലക്ഷം മതി, എനിക്ക് PR ചെയ്യാൻ പറ്റില്ല, ഞാൻ വേറെ ആളുടെ ഏൽപ്പിക്കാം, ഇന്ന പോലെയൊക്കെ ചെയ്യാം, വോട്ടിന് ഇത്ര രൂപ ആയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വോട്ടിന് മാത്രം 70,000 രൂപ കൊടുത്തിട്ടാണ് വോട്ട് മേടിച്ചത്. ആ വീക്കോ 1-2 വീക്കോ 70,000 കൊടുത്തിട്ടാണ് വോട്ട് മേടിച്ചത്. അതുകൂടാതെ 30,000 അവരുടെ പേജ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി 30,000 കൊടുത്തു. ഡെയിലി 1000 രൂപ വെച്ചിട്ട്, അപ്പോൾ മാസം 30,000 ആയില്ല. അങ്ങനെ 36 ദിവസം ആ പൈസയ്ക്കുള്ള പണി അവൻ ചെയ്തിട്ടുണ്ട്. അല്ലേ, അതാണ് ശൈത്യയുടെ ചെയ്തത്. ശരി, അത് വിനു പറയുന്ന വേർഷനാണ്. ഇപ്പോൾ വിനു പറയുന്നതല്ലല്ലോ ഇവർ പറയുന്നത്, അനുമോൾ ശൈത്യ പറയുന്നത്. അപ്പോൾ പിന്നെ ശൈത്യ പറയുന്നുണ്ട് രണ്ടുപേരുടെ ഒരേ PR ആണെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരുടെ ഒരേ PR ആണെങ്കിൽ എന്തുകൊണ്ട് ശൈത്യ നിന്നില്ല, അനുമോൾ ഇപ്പോഴും നിൽക്കുന്നു? കോണ്ടൻറ്റ് കൊടുത്താൽ നിൽക്കുന്നേ. അവിടെ എന്ത് കണ്ടൻറ്റാണ് കൊടുക്കുക ആളുകൾക്ക് ഇഷ്ടപ്പെടുക? അപ്പം അവിടെ നിൽക്കും. അതൊന്നും ചിന്തിക്കാതെ വെറുതെ അനുമോളെ ഇട്ടിട്ട് കുറ്റം പറഞ്ഞ് ഇതിനെല്ലാം അനുമോൾക്ക് തന്നെ പോസിറ്റീവായിട്ട് ഇരിക്കും. പിന്നെ ബിഗ് ബോസ് ഇങ്ങനെ കപ്പ് എടുക്കും, കപ്പിന് അനുമോൾക്കാണ് എന്ന് എനിക്ക് തോന്നാനുള്ള മെയിൻ കാരണം, ഇതുവരെ ഒരു പെൺകുട്ടി കപ്പെടുത്തിട്ടില്ല. ദിൽഷ എടുത്തു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ദിൽഷ ഒരിക്കലും ഒറ്റയ്ക്കുള്ള വോട്ടിൽ എടുത്തതല്ല. റോബിൻ്റെ വോട്ട് മാത്രം കിട്ടിയിട്ട് ദിൽഷ എടുത്താണ്. അല്ലെങ്കിൽ ദിൽഷയുടെ കൂടെ വേറെ ഒരുത്തനുണ്ടല്ലോ, അവനായിരുന്നു ഫസ്റ്റ് കിട്ടേണ്ടത്. സെക്കൻഡ് റിയാസിന് പോകുമായിരുന്നു. ദിൽഷയ്ക്ക് റോബിൻ്റെ വോട്ട് ഇല്ലെങ്കിൽ സെക്കൻഡ് പോലും കിട്ടില്ല, സെക്കൻഡ് റിയാസിനായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ ദിൽഷൻ്റെ ജയമായിട്ട് നമുക്ക് കണക്കാക്കിയിട്ടേ കാര്യമില്ല. അത് പ്രേക്ഷകരനെ മണ്ടന്മാരാക്കിയിട്ട് ദിൽഷ കപ്പും കൊണ്ട് പോയി. അത് മണ്ടന്മാരായതാണ് നമ്മൾ. കാരണം നമുക്ക് ഗെയിമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അല്ലാതെ ദിൽ റോബ് എന്ന് പറഞ്ഞിട്ട് അവരൊന്നിക്കുമെന്ന് വിചാരിച്ചിട്ട് ആളുകൾ പോയത് ഈ ജനങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയാണ്. ദിൽ റോബ് എന്ന് വെളിയിൽ പുറത്ത് വന്നപ്പോൾ അങ്ങനെ. പിന്നെ റോബിനും ഒരുപാട് ആഗ്രഹിച്ചു കല്യാണം കഴിക്കാമെന്ന്. അപ്പം നമ്മളും എല്ലാവരും റോബിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ പറയുന്ന ഞാൻ പോലും ദിൽഷയ്ക്കാണ് വോട്ട് ചെയ്തത്. കാരണം റോബിനെ ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ജയം നമുക്ക് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അഖിൽമാരാണ് ജയിച്ചത്, ജിൻഡോയാണ് ജയിച്ചത്. അപ്പോൾ ഉറപ്പായിട്ടും പറയുന്നു, അപ്പോഴൊക്കെ ഒരാൾ ഒരു കയ്യിൽ ഒരു പെൺകുട്ടിയായിരിക്കും. അപ്പോൾ ഇതുവരെ പെൺകുട്ടികൾ ജയിച്ചിട്ടില്ല എന്നുള്ള പേര് ബിഗ് ബോസിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഈ വർഷം ശരിക്കും ഒരു പെൺകുട്ടിക്ക് വോട്ട് കിട്ടി ദിൽഷ ജയിച്ച പോലെയല്ല, പിന്നെ അനുമോളുടെ വോട്ട് മാത്രം കിട്ടിയിട്ട് ജയിച്ചു എന്ന രീതിക്ക്
വരുത്താൻ ബിഗ് ബോസ് ശ്രമിക്കുമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ തോന്നൽ മാത്രമാണ്. അങ്ങനെ ആയാൽ അനുമോൾ എന്തായാലും ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫൈനൽ 5 ഈ 2 പോയാൽ മതി. ആദിലയും നൂറയും ഈ മിഡ് വീക്ക് എവിക്ഷനിൽ പോയാൽ മതിയായിരുന്നു. അതെങ്കിലും പോയാൽ സമാധാനം. കാരണം ഫൈനൽ 5 വരാൻ പാടില്ല. അവർ ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അവർ ഈ 100 ദിവസത്തിലേക്ക് യോഗ്യതയുള്ളവരേ അല്ല അവർ 2. മെയിനായിട്ട് ആദില ഈ 100 ദിവസം അവിടെ നിൽക്കാനുള്ള യോഗ്യതയുള്ളവരേ അല്ല. അതിനെക്കാട്ടി നല്ല നല്ല ആളുകൾ വേറെ അവിടെ ഉണ്ടായിരുന്നു. അഭിലാഷിനെ പോലെയുള്ളവരും പ്രവീണിനെ പോലെയുള്ളവർക്ക് ഉണ്ടായിരുന്നു. അവരൊക്കെ പുറത്തായിട്ട് ഈ പറയുന്ന ഇവർ നിന്നു. അതാണ് അത് പ്രേക്ഷകർ നിർത്തിയതാണോ അതോ ബിഗ് ബോസ് തന്നെ നിർത്തിയതാണോ എന്ന് ആർക്കറിയാം. എനിക്ക് തോന്നുന്നില്ല പ്രേക്ഷകർ നിർത്തിയതാണെന്ന്. എന്താ വെച്ചാൽ പിന്നെ ചിലപ്പോൾ പ്രേക്ഷകർ നിർത്തിയതായിരിക്കും. കാരണം ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് നോമിനേഷനിൽ വരുന്നില്ല. ഈ ലാസ്റ്റത്തെ നോമിനേഷനിൽ പോലും 2 വന്നില്ലല്ലോ. നൂറയ്ക്ക് കിട്ടി അവിടെ ടിക്കറ്റ് ഫിനാലെ കിട്ടിയതുകൊണ്ട് ആ ദിവസം ആ പ്രാവശ്യം 2 വന്നില്ല. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ അതിലേന്നും അവിടെ നിന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ മാത്രം ചിന്തയാണ്, എനിക്ക് തോന്നിയതാണ് ഇപ്രാവശ്യം അനുമോൾ കപ്പ് കൊണ്ടുപോകുന്നത്. അനീഷ് കൊണ്ടുപോകണമെന്ന് എനിക്കും വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആഗ്രഹമൊക്കെ പോയി. കാരണം അനീഷിൻ്റെ ഗെയിമാണ്. കാരണം അങ്ങനെയല്ലെങ്കിൽ അനുമോളെ അനീഷിൻ്റെ പേരിലും കൂടി ആക്രമിക്കുമ്പോൾ അനീഷിന് പോയി പറയാമായിരുന്നു, എൻ്റെ പേര് പറഞ്ഞിട്ട് ആക്രമിക്കരുത്, അത് എൻ്റെ വന്ന മിസ്റ്റേക്കാണ്, അത് അവിടെ ചാപ്റ്റർ ക്ലോസ് ആയി, എന്നെക്കുറിച്ച് അവിടെ പറയരുത്, എന്നെക്കുറിച്ച് പറഞ്ഞിട്ട് അനുമോളെ വിമർശിക്കരുതെന്ന് പറയാനുള്ള ഒരു മര്യാദ അനീഷ് കാണിക്കണമായിരുന്നു. അനീഷ് കാണിക്കാത്ത പക്ഷം എനിക്ക് അനീഷിനോടുള്ള മര്യാദ കുറഞ്ഞു. പിന്നെ അനീഷ് അതുകൊണ്ടല്ല മര്യാദ കുറഞ്ഞത്, ആ ചെയ്തത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അനീഷ് ഇത് ഗെയിമായിട്ട് ഉപയോഗിച്ചതാണോ എന്ന്. പിന്നെ അനുമോളോട് അത് ഗെയിമായി ഉപയോഗിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അനുമോളും കുറച്ച് ഓവറായിരുന്നു. പക്ഷേ കപ്പ് അനുമോൾക്ക് തന്നെ ആവണം. കാരണം അനുമോളാണ് അവിടെ ശരിക്കും പിന്നെ ബിഗ് ബോസിനെ ഇതുവരെ കൊണ്ടുപോയതും കണ്ടൻറ്റ് കൊണ്ടുപോയതും അനുമോൾ തന്നെയാണെന്നാണ്. അതിപ്പോൾ മോശമാണോ നല്ലതാണോ എന്നൊന്നുമല്ല. മോശമാണ് പറഞ്ഞാൽ എല്ലാവരും മോശമാണ് ഈ പ്രാവശ്യത്തെ. വളരെ വളരെ മോശം ആളുകളാണ് ഇപ്രാവശ്യം. അടുത്ത പ്രാവശ്യം നല്ലത് തിരഞ്ഞെടുക്കുക. അതിപ്പോൾ അനുമോളാണെങ്കിലും എല്ലാവരും മോശം തന്നെയാണ്. അനീഷ് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ആ രീതിക്ക് നോക്കുമ്പോൾ കുറച്ച് ഈ ബിഗ് ബോസിന് പറ്റിയൊരു ആളായിട്ട് അനീഷും നെവിനും. ബാക്കിയുള്ളതൊക്കെ വളരെ മോശം തന്നെയാണ്. പിന്നെ അത് ആ ഒരു രീതി. പക്ഷേ എന്നാലും കപ്പ് എടുക്കേണ്ടത് അനുമോളാണ്. കാരണം അനുമോളിനെ ഇവരെല്ലാവരും എടുക്കുന്നത് കപ്പ് അനുമോളായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ നന്നായി തോന്നുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു? പിന്നെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഓക്കെ, ബൈ.